ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വാരാഹി നവരാത്രി വരികയാണ്, ആഷാഢ നവരാത്രി. നമ്മുടെ 2026 തുടങ്ങിയിട്ടുള്ള മൂന്നാമത്തെ നവരാത്രിയാണ് ഇത്. അതിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാരാഹി നവരാത്രിയുടെ 9 ദിവസങ്ങളിലോ അല്ലെങ്കിൽ 7, 5, 3 അതുമല്ലെങ്കിൽ ഒരേയൊരു ദിവസം മാത്രമായോ നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. 2026 ജൂലൈ 15 ബുധനാഴ്ച പൂയം നക്ഷത്രത്തിലാണ് ഈ പ്രാവശ്യത്തെ വാരാഹി നവരാത്രിയുടെ ആരംഭം. 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വാരാഹി നവരാത്രി 2026 ജൂലൈ 23 വ്യാഴാഴ്ച വിശാഖം നക്ഷത്രത്തിൽ അവസാനിക്കുകയും ചെയ്യും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തുടർച്ചയായ 9 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ 7 ദിവസമോ 5 ദിവസമോ 3 ദിവസമോ ഒരേയൊരു ദിവസമോ നമുക്ക് ചെയ്യാം. ആ ഒരേയൊരു ദിവസം പഞ്ചമി തിഥിയോ അഷ്ടമി തിഥിയോ വരുന്ന ദിവസം തിരഞ്ഞെടുത്ത് ചെയ്താൽ അത് വളരെയധികം അത്യുത്തമമായിരിക്കും. എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. സാധാരണ നവരാത്രി വരുമ്പം നമ്മൾ അഖണ്ഡദീപം തെളിയിച്ച് കലശമൊക്കെ വെക്കാറുണ്ട്. വാരാഹി നവരാത്രിയിൽ നമുക്ക് ആ ഒരു നിർബന്ധങ്ങളൊന്നും തന്നെയില്ല. കലശം വെക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ 9 ദിവസവും കലശം വെച്ച് ദേവിയെ പ്രാർത്ഥിക്കാം, അഖണ്ഡദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെയല്ല, നമ്മുടെ വീട്ടിൽ വാരാഹി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനു മുൻപിൽ ഈ 9 ദിവസവും രാവിലെയും വൈകിട്ടും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം. ഇനി ഫോട്ടോ വിഗ്രഹം ഒന്നുമില്ലാത്തവർക്ക് ഒരു ദീപം, അത് വാരാഹി അമ്മയായിട്ട് കണ്ടുകൊണ്ട് ആ ദീപം തെളിയിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പം ആ ഒരു ഡൗട്ട് എല്ലാവർക്കും തീർന്നു. കലശം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നാളെ ജൂലൈ 15 ബുധനാഴ്ച ബ്രഹ്മമുഹൂർത്തമായ 4 മണി മുതൽ രാവിലെ ഒരു 7 മണിക്കുള്ളിൽ കലശം വെച്ച് അഖണ്ഡദീപം തെളിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഖണ്ഡദീപം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 9 ദിവസവും ദീപം കെടാതെ നോക്കണം. അതല്ല, കലശം വെക്കുന്നുണ്ട് അഖണ്ഡദീപമായിട്ട് കൊളുത്തുന്നില്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ദേവിക്ക് മുൻപിൽ ദീപം കൊളുത്തിയാൽ മതിയാവും. ഈ അഖണ്ഡദീപം തെളിയിക്കുന്നു, അതേപോലെ തന്നെ കലശം വെക്കുന്നു, അങ്ങനെയൊക്കെയുള്ളവർ കഴിവതും വീട്ടിൽ നോൺ വെജ് ഈ 9 ദിവസവും കുക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ല, നിങ്ങൾ രാവിലെയും വൈകിട്ടും ദേവിക്ക് മുൻപിൽ ഒരു ദീപമായിട്ട് തെളിയിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് വ്രതമെടുക്കാൻ സാധിക്കില്ല, ഞാൻ മാത്രം വ്രതമെടുത്ത് നോൺ വെജ് കുക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ കഴിവതും അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇനി പറ്റില്ല എന്നുള്ളവർക്ക് നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്തിട്ട് കുളിച്ചതിന് ശേഷം അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതിൽ യാതൊരുവിധ തെറ്റുകളുമില്ല. അങ്ങനെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കുകയും വേണ്ട. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് ശേഷം വേണം നമ്മൾ വീട്ടിൽ ചെയ്യാൻ. കാരണം വാരാഹി അമ്മയ്ക്ക് രാത്രി കൂടും തോറുമാണ് ശക്തി കൂടുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വാരാഹി അമ്മയ്ക്കുള്ള പൂജകൾ നമ്മളെപ്പോഴും സന്ധ്യയ്ക്കൊരു 7 മണിക്ക് ശേഷം ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കും. കർക്കിടക മാസത്തിൽ വന്നിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ 9 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ദേവിക്ക് ആര്യവേപ്പില കൊണ്ടുള്ള മാല നമ്മൾ ചാർത്താനായിട്ട് ശ്രമിക്കണം. മഞ്ഞൾ മാല ചാർത്താവുന്നതാണ്, ആര്യവേപ്പിൻ്റെ ഇല കൊണ്ടുള്ള മാലയും ചാർത്താവുന്നതാണ്. നമ്മുടെ ഇഷ്ടമാണ്. മഞ്ഞളിൻ്റെ കൊമ്പുകൾ കൊണ്ടുള്ള മാല, അത് വാരാഹി അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയിൽ നമ്മുടെ കയ്യിലുള്ള അമ്മയുടെ ഫോട്ടോയുടെ വലിപ്പത്തിനനുസരിച്ച്. അതേപോലെ തന്നെയാണ് ആര്യവേപ്പിൻ്റെ ഇല കൊണ്ടുള്ള മാലയും. കാരണം കർക്കിടക മാസം എന്ന് പറയുന്നത് ദേവിക്ക് പ്രിയപ്പെട്ട മാസമായതുകൊണ്ട് തന്നെ എല്ലാ ദേവിമാർക്കും നമ്മൾ ആര്യവേപ്പില മാല ചാർത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വാരാഹി അമ്മ എന്ന് പറയുന്നത് ഈ 9 രാത്രികളിലും 9 കോലമായിട്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഈ 9 കോലത്തിൽ തന്നെ പലതരത്തിലുള്ള ശക്തികളുണ്ട്. അതിൽ തന്നെ ശക്തിയും സിദ്ധിയും ഒന്നിച്ചു തരുന്ന ദേവീഭാവമാണ് വാരാഹി അമ്മയ്ക്ക്. വാരാഹി അമ്മയെ ശക്തിയും ബുദ്ധിയും സിദ്ധിയും ഒന്നിച്ചു തരുന്ന ദേവിയായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ ഒരു ആഷാഢ നവരാത്രിയിൽ ദേവിയുടെ പല രൂപങ്ങൾ വെളിവാകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 9 കോലങ്ങളിൽ പല ശക്തികൾ വെളിവാകുന്നുണ്ടെങ്കിലും സിദ്ധിദാത്രി ദേവീ ഭാവത്തിലാണ് നമ്മൾ ഈ പ്രാവശ്യം അമ്മയെ പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നവരാത്രിയിൽ 8ാമത്തെ ദിവസം വരുന്ന സിദ്ധിദാത്രി ദേവി പ്രാർത്ഥനയുണ്ട്. അതിൽ ഈ ആഷാഢ നവരാത്രിയുടെ 9 ദിവസവും നമ്മൾ സിദ്ധിദാത്രി ദേവിയായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ കാര്യസിദ്ധി സമയമൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സിദ്ധിയും ബുദ്ധിയും ശക്തിയും അമ്മ ഈ ഒരു ആഷാഢ നവരാത്രിയിൽ നമുക്ക് ഒന്നിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞതിന് പിന്നിലെ കാരണം.
വാരാഹി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളർ എന്ന് പറയുന്നത് നീലയാണ്. അതുകൊണ്ട് തന്നെ വാരാഹി നവരാത്രിയുടെ ഈ 9 ദിവസവും നമ്മൾ അമ്മയെ പൂജിക്കുമ്പം നീല കളറിലെ ഡ്രസ്സ് ധരിച്ചുകൊണ്ടുള്ള പൂജ ചെയ്താൽ അതിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കും. കളറിലെ ഡ്രസ്സ് കയ്യിലില്ലാത്തവർ ബ്ലൂ കളറിലെ ദുപ്പട്ടയോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ചെറിയ ടവൽ, ഒരു ക്ലോത്ത് പീസ് ആണെങ്കിലും കയ്യിൽ വെച്ചുകൊണ്ട് വാരാഹി അമ്മയ്ക്ക് പൂജ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും. സാധാരണയുള്ള പഞ്ചമി ദിവസങ്ങളിൽ പൂജ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ഫലമാണ് വാരാഹി നവരാത്രിയിൽ നമ്മൾ അമ്മയെ 9 ദിവസം പൂജിക്കുമ്പം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് 7 മണിക്ക് ശേഷം നമ്മുടെ കയ്യിലുള്ള വാരാഹി ദേവിയുടെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും തുടച്ച് വൃത്തിയാക്കണം. വിഗ്രഹം കയ്യിലുള്ളവർ ഈ ഒരു നവരാത്രിയുടെ ആദ്യത്തെ ദിവസമെങ്കിലും അമ്മയെ അഭിഷേകം ചെയ്യാനായിട്ട് മറക്കരുത്. അഭിഷേകമൊക്കെ ചെയ്ത് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് അമ്മയ്ക്ക് കഴിയുന്നത്ര പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നമ്മൾ ലക്ഷ്മി ദേവിക്ക് എത്രമാത്രം പൂക്കൾ സമർപ്പിക്കുവോ അതേപോലെ വാരാഹി അമ്മയ്ക്കും കഴിയുന്നത്ര പൂക്കൾ കൊണ്ട് അമ്മയെ അലങ്കരിക്കണം. അതിനുശേഷം അമ്മയ്ക്ക് മുൻപിലായിട്ട് ദീപം കൊളുത്തി വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദീപങ്ങളൊക്കെ കൊളുത്താം, എത്ര വേണമെങ്കിലും കൊളുത്താം. ഏറ്റവും കുറഞ്ഞത് ഒരു ദീപമെങ്കിലും കൊളുത്തിയാൽ മതി. ഇനി ഫോട്ടോ വിഗ്രഹം ഒന്നുമില്ലാത്തവർ ദീപമാണല്ലോ വാരാഹി അമ്മയായിട്ട് കണക്കാക്കി കൊളുത്തുന്നത്. അങ്ങനെയുള്ളവർ ഒരു ബ്രാസിൻ്റെയോ അങ്ങനെ അല്ലെങ്കിൽ ഒരു വാഴയിലെയോ പച്ചരി നിരത്തിയിട്ട് അതിന് മുകളിലായിട്ട് വേണം മൺവിളക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വിളക്കാണോ അത് വാരാഹി അമ്മയായിട്ട് മനസ്സിൽ കരുതി കൊളുത്താൻ. ആ വിളക്കിന് നമ്മൾ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ആ വിളക്കിന് ചുറ്റും പൂക്കളൊക്കെ കൊണ്ട് നമ്മൾ അലങ്കരിക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, ഈ ഒരു 9 ദിവസവും അമ്മയെ സിദ്ധിദാത്രീ ഭാവത്തിൽ നമ്മൾ പൂജിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അമ്മയുടെ ഈ ഒരു മന്ത്രം 108 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. ഈ 9 ദിവസവും നിങ്ങൾ ഈ മന്ത്രം 108 പ്രാവശ്യം ജപിക്കണം. ഇനി ഒരേ ഒരു ദിവസമാണ് അമ്മയെ നിങ്ങൾ പൂജിക്കുന്നതെങ്കിലും അന്ന് നിങ്ങൾ 108 പ്രാവശ്യം ഈ ഒരു മന്ത്രം ജപിക്കണം. മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഓം ഐം ക്രീം ക്ലീം സിദ്ധിദാത്രിയൈ നമഃ. ഓം ഐം ക്രീം ക്ലീം സിദ്ധിദാത്രിയൈ നമഃ. ഈ ഒരു മന്ത്രം 108 പ്രാവശ്യം നമുക്ക് ജപമാല ഉപയോഗിച്ചുകൊണ്ട് അമ്മയ്ക്ക് മുൻപിലിരുന്ന് ചൊല്ലാവുന്നതാണ്. അതിനുശേഷം അമ്മയുടെ വളരെ പവർഫുള്ളായിട്ടുള്ള 12 നാമങ്ങളുണ്ട്. വാരാഹിയുടെ 12 നാമം. ഈ ഒരു നാമം നമ്മൾ ഈ 9 ദിവസവും 12 നാമങ്ങൾ അമ്മയ്ക്ക് മുൻപിൽ ചൊല്ലണം. നിങ്ങൾക്ക് കുങ്കുമമെടുത്ത് ഓരോ കുങ്കുമമായിട്ട് ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചുമന്ന കളറിലെ പൂക്കളുണ്ടെങ്കിൽ ഓരോ ചുമന്ന പൂക്കൾ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ചൊല്ലാം. കുങ്കുമമാണ് ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. 9 ദിവസവും നമ്മൾ ദേവിക്ക് മുൻപിൽ കുങ്കുമം സമർപ്പിക്കണം. അപ്പോൾ നമ്മളൊരു ചെറിയ ബ്രാസിൻ്റെ ഒരു പ്ലേറ്റോ വെറ്റിലയോ വാഴയിലയോ എടുത്തിട്ട് അതിൽ വേണം എല്ലാ ദിവസവും കുങ്കുമം സമർപ്പിക്കാൻ. അങ്ങനെ 9 ദിവസം കഴിയുമ്പോൾ നമുക്ക് സാമാന്യം കുറച്ചധികം കുങ്കുമം കിട്ടും. അതിനുശേഷം നമുക്കിത് എല്ലാ ദിവസവും നെറ്റിയിൽ തൊടാൻ എടുക്കാവുന്നതാണ്. കാരണം നവരാത്രിയിൽ അമ്മയുടെ നാമം ചൊല്ലി നമ്മൾ സമർപ്പിച്ച കുങ്കുമത്തിന് വളരെയധികം ശക്തിയുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കുറേശ്ശെ കുങ്കുമം എടുക്കുക, അമ്മയുടെ ഓരോ നാമം ചൊല്ലി സമർപ്പിക്കുക എന്നുള്ളതാണ്. പുതിയ കുങ്കുമം തന്നെ മേടിക്കണം. ഇനി കുങ്കുമം കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചുമന്ന കളറിലെ പൂക്കൾ എടുത്താൽ മതിയാകും. നമുക്കിനി അമ്മയുടെ ആ ഒരു 12 നാമങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഓം പഞ്ചമ്യൈ നമഃ. ഓം ദണ്ഡനാഥായേ നമഃ. ഓം സങ്കേതായേ നമഃ. ഓം സമയേശ്വര്यै നമഃ. ഓം സമയസങ്കേതായേ നമഃ. ഓം വാരാഹ്यै നമഃ. ഓം പോത്രിണ്यै നമഃ. ഓം ശിവായേ നമഃ. ഓം വാർത്താള്यै നമഃ. ഓം മഹാസേനായേ നമഃ. ഓം ആജ്ഞാചക്രേശ്വര്यै നമഃ. ഓം അരിജ്ഞൈ നമഃ. ഇതാണ് അമ്മയുടെ 12 നാമങ്ങൾ. അപ്പം നമ്മൾ ഓം പഞ്ചമ്യൈ നമഃ എന്ന് പറയുമ്പം ഒരല്പം കുങ്കുമം, അതായത് നമ്മുടെ വലത്തെ കൈയിലെ തള്ളവിരലും മോതിരവിരലും കൂട്ടിപ്പിടിച്ച് ഒരല്പം കുങ്കുമം എടുക്കുക, അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കുക. ഓം ദണ്ഡനാഥായേ നമഃ എന്ന് പറയുമ്പോൾ വീണ്ടും കുങ്കുമം എടുക്കുക, അമ്മയ്ക്ക് സമർപ്പിക്കുക. അങ്ങനെ ഈ 12 നാമങ്ങളും ചൊല്ലുമ്പോൾ നമ്മൾ ഓരോ കുങ്കുമം അല്പമായിട്ട് ആ പാത്രത്തിൽ സമർപ്പിക്കുക. അത് അവിടെ തന്നെ ഇരുന്നു കൊള്ളട്ടെ. 9 ദിവസവും നമ്മൾ അതിന് മുകളിലോട്ട് തന്നെ ഓരോ ദിവസവും അതിലോട്ട് തന്നെ നമ്മൾ അർച്ചന ചെയ്താൽ മതി. 9ാമത്തെ ദിവസത്തെ പൂജകളൊക്കെ കഴിഞ്ഞ് ശേഷം നമുക്ക് ആ കുങ്കുമം എടുത്തിട്ട് ചെറിയ ഡപ്പായിലിട്ട് അടച്ച് എല്ലാ ദിവസവും നമുക്ക് തൊടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു ദിവസം മാത്രമാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും കുറേശ്ശെ കുങ്കുമം എടുത്താൽ മതിയാകും. അതിനുശേഷം അത് നെറ്റിയിൽ തൊടാനായിട്ട് മാറ്റി വെക്കാവുന്നതാണ്.
ഇനി നമുക്ക് ഇതിന് ശേഷം നിങ്ങളിപ്പം വാരാഹി അമ്മയുടെ അഷ്ടോത്തരം 108 നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതും ഈ കൂടെ തന്നെ ചെയ്യാവുന്നതാണ്, യാതൊരുവിധ തെറ്റുമില്ല. അതിനുശേഷം ധൂപദീപ ആരതി. ദീപ ആരതി എന്ന് പറയുമ്പം നമ്മൾ നെയ്യിൽ മുക്കിയ തിരികെ കത്തിച്ച അമ്മയ്ക്ക് നെയ്ദീപ ആരതിയാണ് ദീപ ആരതി. ധൂപം എന്ന് പറയുമ്പം സാമ്പ്രാണിയാണ്. അത് നമുക്ക് ഒരുപാട് സാമ്പ്രാണികൾ വെച്ച് അമ്മയ്ക്ക് ധൂപം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ല രീതിയിൽ ധൂപം നമുക്ക് അമ്മയ്ക്ക് കാണിക്കാം. അതിനുശേഷമാണ് നിവേദ്യം. നിവേദ്യം എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് അമ്മയ്ക്ക് പൊട്ടറ്റോ വെക്കാം, സ്വീറ്റ് പൊട്ടറ്റോ വെക്കാം, ക്യാരറ്റ് വെക്കാം, ബീട്രൂട്ട് വെക്കാം. ഇത് പച്ചയ്ക്കും വെക്കാം, പുഴുങ്ങിയും വെക്കാം. അതേപോലെ കടല, പീനട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് ലഡു ഉണ്ടാക്കി വെക്കാവുന്നതാണ്, പായസം ഉണ്ടാക്കി വെക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം ദേവിക്ക് സമർപ്പിക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വെക്കുന്നത് കൊണ്ട് ഒരു റൈസ് ഐറ്റം വെക്കാം, അതേപോലെ ഒരു സുണ്ടൽ വെക്കാം. നമ്മൾ നവരാത്രിയിൽ വെക്കുമല്ലോ എന്ന് പറയുന്ന പോലെ ഒരു റൈസ് ഐറ്റം, ഒരു സുണ്ടൽ, എന്തെങ്കിലും ഒരു സ്വീറ്റ് അങ്ങനെ വെക്കാം. ഇനി ആ ഒരു നിർബന്ധമില്ലെങ്കിൽ അമ്മയ്ക്ക് എല്ലാ ദിവസവും നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോയും പാനകവും വെക്കാവുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് എല്ലാ ദിവസവും അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കുക. ഇപ്പോൾ ഒരു ദിവസം മാത്രമാണ് പൂജ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണോ പറ്റുന്നത് അത് അമ്മയ്ക്ക് മുൻപിൽ നമ്മൾ വെക്കുക എന്നുള്ളതാണ്. ഈ 9 ദിവസവും ആത്മാർത്ഥമായി മറ്റുള്ളവർക്ക് ദ്രോഹങ്ങളൊന്നും ഉണ്ടാവരുതെന്നുള്ള വിശ്വാസത്തോടുകൂടി അമ്മയെ പൂർണ്ണമായ ഭക്തിയോടുകൂടി മുറുകെ പിടിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് സാക്ഷാൽ വാരാഹി അമ്മ നമുക്ക് സാധിച്ചു തരും. ഈ ഒരു വാരാഹി നവരാത്രിയിൽ വരുന്ന പഞ്ചമി തിഥിയും അഷ്ടമി തിഥിയിലും മാത്രമാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് നമ്മൾ മഞ്ഞൾ മാല ചാർത്തുന്നത് പഞ്ചമി തിഥിയിൽ ചാർത്താവുന്നതാണ്. അതേപോലെ ആര്യവേപ്പിൻ്റെ ഇല കൊണ്ടുള്ള മാല അഷ്ടമി തിഥിയിലും ചാർത്താവുന്നതാണ്. വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ ഈ കാര്യം ഇത് എല്ലാ ദിവസവും വൈകിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. വൈകിട്ട് ഇപ്പം ഞങ്ങൾക്ക് സമയമില്ല, ജോലിക്ക് പോകുന്നുണ്ട്, ഞങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിലേ ചെയ്യാൻ സമയമുള്ളൂ എന്ന് പറയുന്നവർക്ക് നിങ്ങൾക്ക് ഒരു നിവൃത്തിയും ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാം. സന്ധ്യയ്ക്കെന്ന് പറയുമ്പോൾ രാത്രി 7 മണി മുതൽ ഒരു 10:30 നമുക്കിത് ചെയ്താൽ മതിയാവും. 10:30 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ രാത്രി ഒരുപാടങ്ങ് പോകും. അതുകൊണ്ട് രാത്രി ഒരു 7-നും 10:30 ഇടയ്ക്കുള്ള സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. നമ്മൾ പൂർണ്ണ ഭക്തിയോടുകൂടി ചെയ്താൽ തീർച്ചയായും സാക്ഷാൽ വാരാഹി അമ്മ നമ്മളെ അനുഗ്രഹിച്ചിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.